പ്രിയമേടം രാശിക്കാരെ, തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ മത്സരബുദ്ധിയും ആക്രമണോത്സുകവുമായ വശം പുറത്തുവരാം. ഇന്ന് നിങ്ങൾ ഊർജ്ജസ്വലരായിരിക്കും. അതിനാൽ ഈ ഊർജ്ജം ഒരു നല്ല ഫലത്തിനായി ഉപയോഗിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടത് പ്രധാനമാണെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. സാഹചര്യം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അമിതമായി നിർബന്ധബുദ്ധിയുള്ളവരും ആവശ്യപ്പെടുന്നവരും ആക്രമണോത്സുകരും ആകാൻ ശ്രമിക്കരുത്. ഇന്ന് നിങ്ങളുടെ അഹങ്കാരം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ യുക്തിയും വിവേകവും അന്ധമായ ആക്രമണത്തെ അതിജീവിക്കട്ടെ. ദിവസത്തിലെ നിങ്ങളുടെ ശുഭസമയം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. ഈ സമയം പ്രധാനപ്പെട്ട ജോലികൾക്കും മീറ്റിംഗുകൾക്കുമായി മാറ്റിവെക്കുക. വൈൻ റെഡ് ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. 2026-ൽ ശനിയുടെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് ഉചിതമാണ്. പ്രിയ ഇടവം രാശിക്കാരെ, ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം. ഈ ഹോബികൾ പിന്തുടരുക, കാരണം അവ നിങ്ങളെ ഉള്ളിൽ നിന്ന് സന്തോഷിപ്പിക്കുകയും സംതൃപ്തരാക്കുകയും ചെയ്യും. ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത് സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ചുവപ്പ് നിറത്തിന്റെ ഇരുണ്ട നിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ ബന്ധങ്ങളിൽ ഐക്യം വളർത്തുന്നതിന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പരിഹാരം: വിശ്രമിക്കുന്ന ഒരു ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങളുടെ മനസാക്ഷിക്ക് നൽകുന്ന നല്ല വികാരം അല്ലാതെ മറ്റൊരു ദുരുദ്ദേശമില്ലാതെ ചുറ്റുമുള്ളവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തിയേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ബന്ധങ്ങൾ നിങ്ങളുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിരിക്കുമ്പോൾ ലഭിക്കുന്ന ബന്ധത്തിന്റെ അനുഭവം നിങ്ങൾ ആസ്വദിക്കും. അവർ നിങ്ങൾക്ക് അടുത്തവരായാലും അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവരായാലും നിങ്ങളുടെ ദിവസം പരമാവധി ആസ്വദിക്കുക. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും വിജയം ഉറപ്പാക്കാൻ വെള്ളി ധരിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് ഉച്ചയ്ക്ക് ചുറ്റുമുള്ള ഏത് സമയവും അനുയോജ്യമാണ്. 2026 വർഷം മുഴുവൻ വ്യാഴം വികാസം കൊണ്ടുവരുന്നതിനാൽ ഒരു ഒഴിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉപയോഗിക്കുന്നത് സമൃദ്ധിയുടെ അവസരങ്ങൾ ആകർഷിക്കാൻ സഹായിക്കും. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, തുലാം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളിൽ ചിലരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കും. പ്രിയ കർക്കടകം രാശിക്കാരെ, നിങ്ങളുടെ വാദം രാശിക്കാൻ നിങ്ങൾ വാചാലരായിരിക്കണം. ക്ഷമ നഷ്ടപ്പെടുന്നത് സഹായിക്കില്ല. വിനയവും മര്യാദയും ഉള്ളവരായിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇത് വേഗത്തിൽ കടന്നുപോകുന്ന ഒരു താൽക്കാലിക ഘട്ടം മാത്രമാണെന്ന് ഓർക്കുക. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം വെള്ളയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണെന്ന് പറയപ്പെടുന്നു. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഊർജ്ജം വികസിപ്പിക്കുന്നതിനാൽ ഒരു ഒഴിഞ്ഞ സ്ഥലം ധരിക്കുന്നത് നിങ്ങളുടെ അവബോധത്തെ നയിക്കും. കൂടാതെ ഒരു ഒഴിഞ്ഞ സ്ഥലം വൈകാരിക ഭാരം സുഖപ്പെടുത്തും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രതിവിധി നിർദ്ദേശിക്കുന്നു: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ നന്നായി സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമില്ലെന്നും കരുതുന്നുവെങ്കിൽ മാറ്റത്തിനായി മാനസികമായി തയ്യാറെടുക്കേണ്ട സമയമാണിത്. വീട് മാറാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ ഇത് ശരിയായ സമയമാണ്. ഇന്ന് നിങ്ങൾക്ക് വീട് മാറേണ്ടി വരുമെന്ന് അറിയാൻ കഴിഞ്ഞേക്കും. നിങ്ങൾക്ക് അത്തരം പദ്ധതികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വാർത്ത നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. അതിനാൽ കൂടുതൽ ചിന്തിക്കാതെ ഇത് സ്വീകരിക്കുക, കാരണം ഭാവിയിൽ ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകും. ഈ വർഷം രാഹുവിന്റെ നിഴൽ ഊർജ്ജം ശക്തമായേക്കാം. സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുസ്തകം വായിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു.
പ്രിയ കന്നി രാശിക്കാരെ, തുലാം രാശിയിൽ ചന്ദ്രന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കില്ല. ഈ ഗ്രഹസംക്രമണം നിങ്ങൾക്ക് ഊർജവും ആത്മവിശ്വാസവും കുറഞ്ഞതായി അനുഭവപ്പെടാൻ ഇടയാക്കും. തൽഫലമായി ഇന്ന് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളതും പൂർണ്ണമായി വിശ്വസിക്കുന്നതുമായ ഒരാളുമായി സംസാരിക്കുന്നത് സഹായകമാകുമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുക. അത് നിങ്ങൾക്ക് ദിവസം മുഴുവൻ സഹായകമാകും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയായിരിക്കും നിങ്ങളുടെ അനുകൂല സമയം. റോസ് പിങ്ക് നിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. ഈ വർഷം ശനിയുടെ സ്വാധീനം ക്ഷമയെ പരീക്ഷിച്ചേക്കാം. ഒരു അനുയോജ്യമായ പെൻഡന്റ് ധരിക്കുന്നത് സ്ഥിരതയെ പിന്തുണയ്ക്കുന്നു. പരിഹാരം: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്നത്തെ ദിവസം അത്ര ഉൽപ്പാദനക്ഷമമായിരിക്കില്ല. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളാലും സുഹൃത്തുക്കളാലും ചുറ്റപ്പെട്ട് ഇരിക്കാൻ തോന്നും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് വിശ്രമിക്കാനും ഉന്മേഷം നേടാനും ഒരു ചെറിയ ഇടവേള എടുത്ത് ഒരു ചെറിയ യാത്ര ആസൂത്രണം ചെയ്യാമെന്നാണ്. നിങ്ങൾ വ്യക്തിപരമായോ തൊഴിൽപരമായോ എന്തെങ്കിലും പുതിയത് തുടങ്ങാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഇന്ന് അതിന് അനുയോജ്യമാണ്. കാരണം നക്ഷത്രങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളിൽ ഫലപ്രദമായ ഫലങ്ങൾ നൽകും. ഇന്ന് പിങ്ക് നിറം നിങ്ങൾക്ക് നല്ല ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണിവരെയുള്ള സമയം നിങ്ങളുടെ പുതിയ ആശയങ്ങൾ ആരംഭിക്കാനും വിജയം ഉറപ്പാക്കാനും അനുയോജ്യമാണ്. ശനിയുടെ തീവ്ര ഊർജത്തെ നിയന്ത്രിക്കാൻ പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ചില അജ്ഞാത കാരണങ്ങളാൽ തുലാം രാശിയിലെ ചന്ദ്രൻ നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. എന്നാൽ നിങ്ങൾ തിരിച്ചടിച്ച് ഈ അസുഖകരമായ അവസ്ഥയിൽ നിന്ന് സ്വയം പുറത്തുവരണം. നിങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഉറവിടം എന്തായാലും അവയോട് പ്രതികരിക്കുന്നതിന് പകരം നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണ്. അവയെ സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളായി കാണുക. ശാന്തമായ മനസ്സ് നിങ്ങൾക്ക് ദിവസം എളുപ്പത്തിൽ കടന്നുപോകാൻ സഹായിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ചാരനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനിയുടെ ചില തീവ്രഘട്ടങ്ങൾ കാരണം വൈകാരിക ഐക്യം വർദ്ധിപ്പിക്കുന്നതിന് ശാന്തമായ സംഗീതം കേൾക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. പ്രിയ ധനു രാശിക്കാരെ, താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുമെന്നാണ്. തുലാം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളോട് നിങ്ങളെ ശ്രദ്ധാലുവും സംവേദനക്ഷമതയുള്ളവനുമാക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകും. ഒപ്പം സംതൃപ്തിയും ലക്ഷ്യബോധവും നൽകും. അവരോട് നിങ്ങളുടെ കരുതലും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ഇത് ഉൽപ്പാദനക്ഷമവും നല്ലതുമായ ഒരു ദിവസമായിരിക്കും. ദിവസത്തിലെ നിങ്ങളുടെ ഭാഗ്യമുള്ള സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പച്ചനിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നന്ദി പ്രകടിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നു. മകരം രാശിക്കാരിൽ ചിലർക്ക് ഇന്ന് തങ്ങളുടെ ശ്രമങ്ങളെ നല്ല കാര്യങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞേക്കും. തുലാം രാശിയിലെ ചന്ദ്രൻ നിങ്ങളെ ഉന്മേഷവും ഉത്സാഹവും ഉള്ളവരാക്കി മാറ്റിയേക്കാം. നിങ്ങൾക്ക് വൈകാരികമായി സുരക്ഷിതത്വവും ക്ഷേമത്തിൻ്റെ വിശാലമായ അനുഭവവും ഉണ്ടാകാം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ഒരു തന്ത്രം മെനയുകയാണെങ്കിൽ ദിവസാവസാനം നിങ്ങൾ അത്യധികം ഉൽപ്പാദനക്ഷമതയുള്ളവരാണെന്ന് കണ്ടെത്തിയേക്കാം. ഈ പ്രപഞ്ച സംഭവത്തിൻ്റെ ഉത്തേജകമായ ഊർജം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ കടും ചുവപ്പ് നിറം ചേർക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. വൈകുന്നേരം 3:15 മണിക്ക് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും മാറ്റിവെക്കരുതെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. ഈ വർഷം രാഹു നിങ്ങളുടെ ദിനചര്യകളെ തടസ്സപ്പെടുത്തുന്നതിനാൽ സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നത് ആന്തരിക സ്ഥിരത ശക്തിപ്പെടുത്തുമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ ഒരു സഹായക ഗ്രഹമായി നിൽക്കുന്നു.
മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്ന രീതി കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. എന്നിരുന്നാലും, ഇത് നിങ്ങളുടെ സാമൂഹിക വൃത്തത്തിലെ ചില ആളുകൾക്ക് ഒരു പ്രശ്നമായി മാറിയേക്കാം, കാരണം നിങ്ങളുടെ പ്രവൃത്തി അവരെ സ്തംഭിപ്പിക്കും. നിങ്ങളുടെ പ്രശ്നപരിഹാരശേഷി നിങ്ങളുടെ സാമൂഹിക വൃത്തത്തിലെ ചില ആളുകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും, താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിച്ചതുപോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഇന്ന് നിങ്ങൾ ചെയ്ത അത്ഭുതകരമായ കാര്യത്തിന് സ്വയം അഭിനന്ദിക്കുക. കൂടാതെ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്നിച്ചുകൂട്ടി അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത് അത്യാവശ്യമാണ്. ഈ വർഷം ശനി പ്രധാന മേഖലകളെ രൂപപ്പെടുത്തുന്നതിനാൽ സ്ഥിരത നിലനിർത്താൻ എന്തെങ്കിലും അടുത്തുവെക്കുക. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, തുലാം രാശിയിൽ ചന്ദ്രന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ സുഖം നൽകും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ശക്തിപ്പെടുത്താനും ഇത് ഒരു മികച്ച ദിവസമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അവരെ അത്ഭുതപ്പെടുക. വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുക. അത് നിങ്ങളെ എങ്ങനെ ഉന്മേഷഭരിതരാക്കുന്നു എന്ന് കാണുക എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ചിലപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മകൾ നൽകും. അതിനാൽ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ചെയ്യുക. ലാവൻഡർ നിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. മികച്ച ഫലങ്ങൾക്കായി വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെ പ്രധാന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം സമന്വയിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുക. പരിഹാരം: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.